Hello, ladies and gentlemen. Welcome back to our channel. Our happy face. Yes, again a movie review. Yes. ഒരു പോലീസ് മൂഡിലാണ് ഇരിക്കുന്നത്. അതായത് ഒരു 2-2.5 മണിക്കൂർ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അതെ, റോന്ത് ഡയറക്ടർ ഷാഹി കബീർ ഡയറക്ഷനും പിന്നെ അതേപോലെ സ്റ്റോറിയും ചെയ്തിട്ടുള്ള റോന്ത് എന്ന് പറഞ്ഞൊരു ആളുടെ മൂവീസിനൊക്കെ ഒരു 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 ടൈപ്പ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഇറ്റ് ഹാസ് എ പോലീസ് ടച്ച്. എല്ലാം പോലീസ് റിലേറ്റഡ് മൂവീസ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ലൈക്ക് ജോസഫ് നായാട്ട് ആൻഡ് റീസെന്റ് ദി ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിനെല്ലാം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ പടം കണ്ടവരാരും അങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പോവില്ല. ആൻഡ് മോസ്റ്റ്ലി എല്ലാ ഈ മൂവീസിലും ഒരു സാഡ് എൻഡിങ് ആണുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 3 മൂവീസിലും നമ്മളിപ്പം പറഞ്ഞ 3 മൂവീസിലും അതായത് ആ ഒരു മൂവി ആളുടെ ഒരു കഥയുടെ ഒരു ജോണറോ ടോണോ എന്താ പറയാ സിമിലറാ. അതെ, അത് സിമിലറാന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത് നമുക്ക് എല്ലാരും ടച്ച് ചെയ്യുന്നത്. ജോസഫ് ഒക്കെ കണ്ടിറങ്ങുമ്പോ എന്താ ഫീല്, അത്ര ഒരു മൂഡ് കിട്ടില്ല എങ്കിൽ കൂടി ഒരു ഏകദേശം മൂഡിലേക്ക് കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല മൂവി കണ്ടിറങ്ങിയത്. കാരണം നമ്മൾ അതിലെ കഥാപാത്രങ്ങളുടെ ഒപ്പം നമ്മളും സഞ്ചരിക്കും. അതായത് നമ്മളും അതിലൊരാളായി മാറുകയാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടാ. അതായത് ആ ഒരു വണ്ടിയിൽ ഒരു 2 പോലീസ് ഓഫീസേഴ്സ് ഒരു ദിവസം രാവിലെ തൊട്ടിട്ട് പെട്രോളിങ്ങിന് ഇറങ്ങി പിറ്റത്തെ ദിവസം വരെയുള്ള അവരുടെ ഒരു around 2 ഡേയ്സിന്റെ ഒരു ഫുൾ പെട്രോളിംഗിന്റെ ഒരു ആക്ടിവിറ്റീസ്, അവര് ഗോയിങ് ത്രൂ ഓൾ ദി ഇൻസിഡൻസ് ദാറ്റ് ഈസ് ഹാപ്പനിങ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന അവരുടെ ലൈഫിലെ ഒരു ട്വിസ്റ്റെന്നോ അതായത് ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഒരു ട്രാജഡി, that story leads to a tragedy for both of them, for both the police officers. ella normal ആയിട്ട് പോകും, then a tragedy happens and that's how the story goes. അങ്ങനത്തെ ഒരു ഫ്ലോ ആണ് മൂവിക്ക് ഉള്ളത്. എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തിയേറ്ററിൽ പോയി കാണണം. നമുക്ക് വീട്ടിൽ ടി വിയിൽ ഇരുന്ന് കാണാനായിട്ട് പറ്റിയൊരു മൂഡ് ഉണ്ടാവില്ല. കാരണം ടി വിയിൽ കണ്ട ഈ ഒരു എഫക്റ്റ് കിട്ടില്ല. അതിപ്പോൾ ആളുടെ ജോസഫ് കണ്ടാലും ശരി, ഇതേപോലെ നായാട്ട് കണ്ടാൽ, നായാട്ടൊക്കെ നല്ല പടാ, പക്ഷെ അത് ടി വിയിൽ കണ്ടാൽ നമുക്ക് ആ ഒരു മൂഡ് കിട്ടില്ല. കാരണം തിയേറ്ററിൽ കാണുമ്പോൾ നമ്മളെ കഥയിലേക്ക് ഇൻവോൾവ് ആവും. ആ ഒരു ടൈപ്പ് ഓഫ് പടമാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് മസ്റ്റ് എന്നല്ല, തിയേറ്ററിൽ നിന്ന് കണ്ടാലാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. But I feel like ഒരു ടിവി വാച്ച് മൂവി മലയാളം പടം അങ്ങനെ താല്പര്യമില്ലാതെ കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാവാം. ഇല്ല, എനിക്ക് പേഴ്സണലി തോന്നിയ ലൈക്ക് യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ ടി വി ഓർ OTT വരുമ്പോഴും ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് യു കനോട്ട് എക്സ്പെക്ട് എ ഹാപ്പി എൻഡിങ് മേ ബി. സ്പോയിലറായി പോകും. ഒത്തിരി ഡീറ്റെയിൽ കൊടുക്കുമ്പോ ഒരു സ്പോയിലർ ലെവലിലേക്ക് പോകണ്ട, അത് നമ്മൾ തരുന്നില്ല. നിങ്ങൾ എന്തായാലും പടം കാണുക. And talking about the actors, Roshan Mathew and Dilesh Pothen, ഇവര് ഫുൾ സ്ക്രീൻ ഇവര് രണ്ടാളുമാണ് കേട്ടോ. ഈ ഒരു പടത്തില് ഫുൾ സ്ക്രീനിലുള്ളത് ഇവര് രണ്ടാളുമാണ്. ഇവരുടെ പടങ്ങൾ കാണുമ്പോൾ ദിലീഷ് പോത്തന്റെ ഒക്കെ ഏത് പടം എടുത്താലും ദിലീഷ് പോത്തൻ നമ്മളതുകൊണ്ട് പിടിച്ചു ഇരുത്തും. ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. നമ്മളാ കഥാപാത്രത്തിലേക്ക് ആള് ഫുള്ളായി അതിലൊരു കഥാപാത്രം ആള് അഭിനയിക്കല്, ജീവിക്കും അതില്. അതിന്റെ ഒപ്പം തന്നെ നമ്മളെയും ആ ഒരു പടത്തിലേക്ക് പിടിച്ചിരുത്തും. അത് തന്നെ ഇതിലും സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ മറ്റേ റോഷൻ മാത്യു, അവനൊക്കെ അവൻ ഓൾറെഡി ഈസ് ഗോയിങ് വേറെ ലെവലിൽ. Growing actor, he is an amazing actor doing so much good movies out there. And പക്ഷേ ഈ മൂവിയിൽ ഐ ഫെൽ ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് an officer മൂവി, പോലീസുകാരുടെ മൂവി ആണെങ്കിലും the dialogue deliveries were really nice. ആ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു തമാശ, ചിരിക്കാനുള്ള 2-3 ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയി ഫീൽ ചെയ്യും. എല്ലാം ഭയങ്കര ഒരു ശരിക്കും ഒരു സംഭവിച്ചിട്ട് നമ്മളതിൽ ഇൻവോൾവ് ആയിട്ട് അയ്യോ എന്ന് അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ്. അങ്ങനത്തെ ഇൻസിഡൻസ് നടക്കുന്നുണ്ടായിരിക്കും. ലൈക്ക് നാട്ടിലും നടക്കുന്ന പോലീസുകാർക്ക് ഒരു സല്യൂട്ട് കേട്ടോ. റിയലി ഇതാണ് അവരുടെ ലൈഫ് എന്ന് നമുക്കൊന്ന് കാണാൻ പറ്റുകയാണ്. എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഒരു ദിവസം, എ ഡേ ഇൻ പോലീസ് ലൈഫ്, ഒരു പോലീസുകാരന്റെ ലൈഫിൽ ഒരു ഡേ എന്ന് പറഞ്ഞുള്ള രീതിയിൽ. ഈസി ജോബ് യാ, സച്ച് മാൻ. സോ അങ്ങനെ ഇനി ഞങ്ങൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇവള് പറഞ്ഞ എവിടെ പോയി കണ്ടാലും കുഴപ്പമില്ലാന്ന്. ബട്ട് ആ ഒരു ഫീലും മൂഡും കിട്ടണമെങ്കിൽ നമ്മൾ എൻ്റെ ഒരു സജഷനിൽ തിയേറ്ററിൽ പോയി കാണണം. ഇറ്റ്സ് എ നൈസ് മൂവി.
and this movie will leave an impact on you. ഷുവർ ഷുവർ ഷുവർ. Yeah, കണ്ട it's- ഇപ്പോഴും നമ്മുടെ ആ ഒരു മൂഡ് പോയിട്ടില്ല, അത് ഉറപ്പാണ്. അതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത, അതാണ് ഈ ഡയറക്ടറിന്റെ കഴിവ്, Yeah. അതാണ് ഈ സ്റ്റോറി എഴുതിയ ആളുടെ കഴിവ്, കഥവല്ല കഴിവ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റിവ്യൂ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാമെന്ന് ഞാൻ പറയുന്നു. സോ ഇവള് പറയുന്നു എവിടെയെങ്കിലും പോയി കണ്ടു. But you should watch it. വാച്ച് കാണണം, Yeah, കാണാതെ കാണണം. പോകരുത്. പാട്ടൊന്നുമില്ല, അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അല്ല, ഫസ്റ്റിൽ ആ പേര് എഴുതി കാണിക്കുന്ന ഒരു പാട്ടുള്ളൂ, ഒക്കെ കൂടി നല്ല രസമുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. Bye.